കടലാക്രമണത്തിൽ നിന്നും തീരദേശവാസികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണമാലി വിശ്വജ്യോതി സാംസ്കാരിക വേദി വായനശാലയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി പ്രതിഷേധം. കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെ ടെട്രാപോഡ് കടൽഭിത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ജനകീയ പ്രതിഷേധം എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ദീപം വത്സൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്തു. കണ്ണമാലി വിശ്വജ്യോതി സാംസ്കാരിക വേദി വായനശാലയുടെ നേതൃത്വത്തിൽ കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരദേശത്തെ കടലാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മെഴുകുതിരി പ്രതിഷേധം നടന്നു. വായനശാലയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ദീപം വത്സൻ മെഴുകുതിരി തെളിയിച്ച പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. 25 വർഷങ്ങൾക്ക് മുൻപ് എല്ലാ പത്രമാധ്യമങ്ങളിലും ഞങ്ങൾ നടന്ന് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെ കടൽഭിത്തി വേണമെന്നും പുലിമുട്ട് വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരാഴ്ചക്കാലം തന്നെ ഒരു ലേഖന പരമ്പര തന്നെ സൃഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട്. ആ പദ്ധതിക്ക് ഇന്നും നടപടി തീർത്തുമായിട്ടില്ല എന്നുള്ള വസ്തുത ഈ പ്രതിഷേധ ജ്വാല കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കണ്ണമാലിയിൽ മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള ഭാഗങ്ങളിൽ ഇന്നും കടലാക്രമണം വളരെയധികം രൂക്ഷമായിട്ടും അധികാരികളുടെ കണ്ണു തുറക്കാത്തത് വളരെയധികം വേദനാജനകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ഈ ആവശ്യം ഇതുവരെ അനാസ്ഥയോടെയാണ് അധികാരികൾ കണ്ടത് എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണാധികാരികൾ തന്നെ ഭീഷണിയായി മാറുന്ന നിലപാടാണ് ഇന്നത്തെ അവസ്ഥ എന്നും ദീപം വത്സൻ ആരോപിച്ചു. ജനകീയ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുന്ന അധികാരികൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഉപവാസ സമരം നടത്തിയവർക്കെതിരെ കേസെടുത്ത നടപടി പിൻവലിക്കുക, പോലീസ് നീതി പാലിക്കുക, കടലാക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുക, ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. ജോസി പഴേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോഷി പാലക്കൽ, ബിനു മാവുങ്കൽ, ലൗജൻ കണ്ണമാലി, ജോസഫ് ജാക്സൺ, VG ഫ്രാൻസിസ്, MN പത്മനാഭൻ, PF ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനിയും തുടർന്നു പോകുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഞങ്ങളുടെ ഈ ഒരു സമരമുറ വീണ്ടും നമ്മൾ ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ തീരദേശ ജനത. പക്ഷേ സർക്കാരിന്റെ നടപടി നാളിതുവരെ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇവിടെ അനുഭവിക്കുന്ന വിഷമതകൾ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് സർക്കാർ ഇവിടെ താമസിക്കുന്ന ജനങ്ങളോട് കാണുന്ന അനീതിക്കെതിരെ ആണ് ഇവിടെ ഞങ്ങൾ ഇത് പ്രതിഷേധ ജ്വാല ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തോരാ മഴയത്തും കൈക്കുഞ്ഞുങ്ങളുമായി നിരവധി പേരാണ് പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അൽഫാമുണ്ട്, ബീഫ് റിബ്. അങ്ങനെയാണോ? സ്പെഷ്യൽ ഗ്രീക്ക് സലാഡ് എടുക്കാം. ഏട്ടാ ഒരു അൽഫാം മന്തി, ഒരു കിസ്റ്റം. ഏട്ടാ ഒരു മിറാഷ് മന്തി. ഇനി മതി വരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.